നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA മലയാളം ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ബ്ലോക്ക് 1 ദേശീയ പ്രസ്ഥാനം കേരള മാതൃക ആഗോളീകരണം എന്നുള്ളതിലെ യൂണിറ്റ് 1 ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും ബ്രിട്ടീഷ് ഭരണ കാലഘട്ടവും ആ ഒരു കാലഘട്ടത്തിന് ശേഷം ജനങ്ങൾക്ക് അത് തങ്ങളുടെ മേലിലുള്ള ഒരു ആധിപത്യമാണ് എന്ന് മനസ്സിലാക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങളും അത് കേരളത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ പറയുന്നത് ദേശീയതയുടെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും രൂപപ്പെടലിനെ കുറിച്ചിട്ടാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ഇന്ത്യയിൽ ദേശീയ ബോധം വികാസം കൊണ്ടിരുന്നു. കേരളത്തിന്റെ 3 പ്രവിശ്യകളിൽ എന്ന് വെച്ചാല് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഈ 3 പ്രവിശ്യകളിലും സമാന രീതിയിലുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയും അവയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്ന മലബാറിൽ ഉണ്ടായിരുന്ന അത്രത്തോളം തന്നെ തീവ്രത മറ്റു 2 പ്രവിശ്യകളിലും ഉണ്ടായിരുന്നില്ല. പ്രക്ഷോഭങ്ങൾക്ക് ഏകീകൃതമായ ഒരു സ്വഭാവം ലഭിക്കുന്നത് 1885 INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതിനു ശേഷമാണ്. 1908 മലബാർ കോൺഗ്രസിന്റെ ജില്ലാ സമിതി രൂപീകരിക്കപ്പെട്ടു. ഇതോടെ മലബാറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നടക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ തിരുവിതാംകൂറിലും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂറുകാർക്ക് എന്ന പേരിലായിരുന്നു ഭരണത്തിൽ പങ്കാളിത്തം ലഭിക്കാനും മറ്റുമൊക്കെ ആയിട്ടുണ്ടായിരുന്ന പ്രതിഷേധങ്ങളുടെ മുദ്രാവാക്യം ഉണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ അഴിമതിക്കും ദുർഭരണത്തിനും ഒക്കെ എതിരെയായിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളും മറ്റുമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ നാട് കടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ നാട് കടത്തിയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളായിരുന്നു നമ്മുടെ കേരളത്തിലെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ പ്രത്യേകിച്ചും ആദ്യമായിട്ട് എത്തിപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങളെ തുടർന്നിട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ തുടർന്നിട്ട് ഹോം റൂൾ എന്ന് പറയുന്ന എന്ന് വെച്ചാൽ ആഭ്യന്തരം എന്നാണ് പറയുന്നത്. ഹോം റൂൾ ലീഗുകാര് ഒരുപാട് ഉയർന്നു വന്നു. മലബാറിലും മറ്റുമൊക്കെ ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നേറി. NIC-യിലേക്ക് ഗാന്ധിജിയുടെ കടന്നുവരവായിരുന്നു മറ്റു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ വേറൊരു കാര്യം. ഗാന്ധിയൻ ആശയങ്ങള് കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയുണ്ടായി. സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങൾ ശക്തമായി തുടങ്ങുന്നത് ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്നിട്ടാണ്. കേരളത്തിലെ പയ്യന്നൂര്, കോഴിക്കോട് എന്നിവിടങ്ങളിലൊക്കെ ഈ ഉപ്പു സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നു. ഉപ്പ് കുറുക്കി നിയമലംഘനം നടത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ തൊഴിലാളികളുടെ നേതൃത്വം ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വളർച്ചക്ക് വലിയ സ്വാധീനം ചെലുത്തുകയുണ്ടായി. ഭഗത് സിംഗ്, MN റോയി എന്നിവരുടെയൊക്കെ ആശയങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു സംഘങ്ങളെയും സമരങ്ങളെയൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ കോൺഗ്രസിൽ തന്നെ ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വികസിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇതോടെ ദേശീയ പ്രസ്ഥാനത്തിന് മറ്റൊരു ദിശാബോധം കൂടി കൈവന്നു. ഇത്തരത്തില് സംയുക്ത പ്രക്ഷോഭ മുന്നണിയായിരുന്നു കേരളത്തിലെ ദേശീയ സമരങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഈ ഒരു ഭാഗത്തിൽ പറയാനുള്ളത്. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തില് 1920 മുതൽ 22 വരെ നീണ്ടുനിന്ന സമരമാർഗമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. പൂർണ്ണമായും അഹിംസയിൽ ഊന്നിയിട്ടുള്ള ഒരു സമരമായിരുന്നു നടത്താൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 1920 ഒക്ടോബർ 20 മദ്രാസിലെ നേതാക്കളായിട്ടുള്ള C രാജഗോപാലാചാര്യർ, പിന്നെ അതുപോലെ തന്നെ മുർത്താസ് സാഹിബ് എന്നിവരുടെയൊക്കെ നേതൃത്വം, പിന്നെ അതുപോലെ TS രാജൻ എന്നിവരുടെയൊക്കെ ഒപ്പം ഇത് സംബന്ധിച്ച് ഗാന്ധിജി കോഴിക്കോട് ഒരു പ്രാവശ്യം പ്രസംഗത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാല് നിഷ്കർഷിച്ചതുപോലെ അഹിംസയിൽ മാത്രമായിട്ട് ഒതുക്കാൻ ഈ ഒരു സമരത്തിന് സാധിച്ചില്ല. 1922 ചൗരി ചൗര സംഭവം നടന്നതറിയാം. അതിനെ തുടർന്നിട്ട് ജനങ്ങള് പ്രക്ഷോഭത്തിന്റെ പേരിൽ അഹിംസയിൽ ഊന്നിയ പ്രക്ഷോഭം എന്നുള്ളത് മറക്കുകയും 22ഓളം പോലീസുകാരെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് തീയിട്ട് കത്തിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. ഇതിനെ തുടർന്നിട്ട് ഗാന്ധിജി എന്താ പറയാ, നമ്മുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 5 ദിവസം നീണ്ടുനിന്ന ഏതാണ്ട് വിജയത്തിന്റെ വക്കിലെത്തിയ ആ ഒരു സമരം അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഈ സമരം ദേശീയ പ്രസ്ഥാനത്തിന് വലിയ ഒരു
വഴികാട്ടിയായിട്ട് മാറിയിട്ടുണ്ടായി. കാരണം അത്രത്തോളം ഏകീകൃതമായിട്ട് ഒരു സമരം നടത്തി എന്നുള്ളത് വലിയ കാര്യം തന്നെയായിരുന്നു. ഇനി പറയാനുള്ളത് ഇതുപോലെയുള്ള മറ്റൊരു പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. 1919-20 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. 1919 സെപ്റ്റംബർ 21 ലക്നൌവിലാണ് ഇതിന്റെ ആദ്യ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത്. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്നുള്ള അലി സഹോദരന്മാരും പിന്നെ അതുപോലെ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നിവരൊക്കെയായിരുന്നു ഇതിന്റെ നേതൃസ്ഥാനം വഹിച്ചിരുന്നത്. ഇവരൊക്കെ കൃത്യമായ ഒരു സംഘടിത പ്രസ്ഥാനത്തിന് തന്നെ തുടക്കം കുറിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗാന്ധിജി ഈ പ്രസ്ഥാനത്തെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇതിലൂടെ ഹിന്ദു മുസ്ലിം ഐക്യം നിലനിർത്തുക എന്നുള്ളതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനത്തെ പൂർണ്ണമായിട്ടും കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മലബാർ കലാപത്തെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. 1921 ഓഗസ്റ്റ് മുതൽ 1922 ഫെബ്രുവരി വരെ മലബാറിലെ ഏറനാട്, പൊന്നാനി, വയനാട്, കോഴിക്കോട്, വള്ളുവനാട് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള മേഖല, ഈ ഒരു പ്രദേശങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഇവിടെയുള്ള ജനങ്ങൾ ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള കലാപങ്ങളാണ് ഈ മലബാർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കലാപങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമുള്ളതായിരുന്നില്ല, ജന്മിത്ത ഭരണങ്ങൾക്ക് എതിരെ കൂടി നടത്തപ്പെട്ടിരുന്ന സമരങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി കലാപത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലമ്പൂരിലുള്ള രാജാവിന്റെ തോക്ക് മോഷ്ടിക്കപ്പെട്ടു എന്ന പേരിൽ ഖിലാഫത്ത് പ്രസ്ഥാനം പൂക്കോട്ടൂർ കമ്മിറ്റിയുടെ അന്നത്തെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തു. അതിനെ തുടർന്നിട്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ പൊട്ടിപ്പുറപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് ശക്തമാവുകയാണ് ചെയ്തത്. പൂക്കോട്ടൂരിൽ 1921 ഓഗസ്റ്റ് 26 പട്ടാളക്കാരും ലഹളക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. ഇത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു തുറന്ന യുദ്ധമായിരുന്നു എന്ന് വരെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ എല്ലാ കലാപവും ക്രൂരമായ നിലയിൽ പോലീസുകാർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ആ ഒരു ക്രൂരതയുടെ ബാക്കിയായിരുന്നു 1921 നവംബർ 10 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. ഇപ്പോഴും അതിന്റെ അവശേഷിപ്പുകൾ ഉണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത വലിയൊരു ദുരന്തമായിരുന്നു അത്. ഇതുപോലെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിൽ നടത്തപ്പെട്ടിട്ടുണ്ടായിരുന്ന മറ്റൊരു സമരമാണ് അല്ലെങ്കിൽ പ്രസ്ഥാനമായിരുന്നു നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് ഇനി അടുത്ത് പറയാനുള്ളത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ഒരു പ്രക്ഷോഭമാണിത്. ഈ പ്രക്ഷോഭത്തിലേക്ക് വഴി തെളിച്ച കാര്യം എന്ന് പറയുന്നത് ഭരണഘടനാ പരിഷ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ പേരാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കമ്മീഷനിൽ 10 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 7 പേരും ബ്രിട്ടീഷുകാരായിരുന്നു. ഇത് ഒരിക്കലും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. കാരണം നമ്മുടെ ഇന്ത്യയെ കുറിച്ചിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകളെ അതിൽ ഉൾപ്പെടുത്തണമായിരുന്നു. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ ഒരു നെഹ്റു കമ്മിറ്റി, നമ്മുടെ മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ നെഹ്റു കമ്മിറ്റി ഉണ്ടാക്കി അവരൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അത് സൈമൺ കമ്മീഷനെ ഒരിക്കലും ഇവർ അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെയാണ് നെഹ്റു അധ്യക്ഷനായിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത്. 1929 ഡിസംബർ 31 മുൻപ് തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നെഹ്റു കമ്മിറ്റിയിലുള്ള റിപ്പോർട്ട് അംഗീകരിക്കണം എന്നും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കിയിട്ട് നിയമലംഘന പ്രക്ഷോഭം നടത്തുമെന്നുമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമലംഘന പ്രസ്ഥാനം നടത്തുന്നത്. ഇനി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും ഉത്തരവാദിത്ത പ്രക്ഷോഭവുമാണ് ഇനി അടുത്ത് പറയാനുള്ളത്. തിരുവിതാംകൂറിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സമാധാനപരമായ രാജഭരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പ്രക്ഷോഭം നടത്തുന്നത്. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ദിവാനായിട്ടുണ്ടായിരുന്ന CP രാമസ്വാമി അയ്യർക്ക് എതിരെ കൂടിയായിരുന്നു ഈ ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തകരും SNDP പ്രവർത്തകരും തമ്മിൽ വലിയ ഒരു ചേർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിലായിരുന്നു പുന്നപ്ര വയലാർ വെടിവെപ്പ് നടക്കുന്നുണ്ടായിരുന്നത്. ശേഷം ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം CP രാമസ്വാമി അയ്യർ അവിടെ നിന്ന് നാട് കടക്കുകയും പിന്നീട് അദ്ദേഹം ഒരു കത്തിലൂടെ തിരുവിതാംകൂറിൽ ലയനത്തിന് തയ്യാറാണ് എന്ന് അറിയിക്കുക ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നിവർത്തക പ്രക്ഷോഭത്തെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. 20ാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂറിലെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു ഇത് എന്ന് പറയുന്നത്. 1930
30 മുതൽ 38 കാലം വരെ നടന്നു പോന്ന രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു ഈ ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇനി ന്യൂനപക്ഷ സംവരണത്തിന് വേണ്ടി കൂടിയായിരുന്നു ഇത് നടത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 1934 ജനുവരി 30 നിവർത്തനം അഥവാ വിട്ടുകൊടുക്കുക എന്നാണ് നിവർത്തനം എന്നതിന്റെ അർത്ഥം. എന്നതിന്റെ ഈ ഒരു പേര് മാറ്റുകയും പരമ സമത്വ പ്രസ്ഥാനം എന്ന പേരിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1934 ജാനുവരി 30 കേട്ടോ. ഇത് സംബന്ധിച്ചിട്ടുള്ള ഇതിനെ തുടർന്നിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഒക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തെ തുടർന്ന് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. സി കേശവൻ നായർ ഒരു പ്രസംഗം നടത്തി. കോഴഞ്ചേരി പ്രസംഗം എന്നാണ്. ഇതിനെ തുടർന്നിട്ടാണ് അദ്ദേഹത്തെ രാജ്യദ്രോഹക്കുറ്റമൊക്കെ ചുമത്തി അറസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ ഒരു അറസ്റ്റ് കൂടി വന്നതോടുകൂടിയിട്ട് ആൾക്കാർക്കിടയിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു പൊന്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് പരിമിതമാണെങ്കിലും അംഗീകാരം ലഭിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു സമരം എത്തിപ്പെട്ടു. ഇതിനെ തുടർന്നാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയാനുള്ളത്. അടുത്ത യൂണിറ്റിൽ കാണാം.